ഈ കാർ നിങ്ങളിൽ പലർക്കും ഓർമ്മയുണ്ടാകും. ഈ ചാനലിൽ ആദ്യത്തെ വീഡിയോ ഇവൻ്റെയാണ്. പക്ഷേ ഇന്ന് ഞാൻ ഇവനെ വെച്ച് പുതിയൊരു ഷൂട്ട് ചെയ്യുകയാണ്. അതും നെറ്റ്ഫ്ലിക്സിലെ എക്കാലത്തെയും മികച്ച സീരീസായ സ്ട്രേഞ്ചർ തിങ്സിലെ അപ്സൈഡ് ഡൗൺ തീമിൽ. അപ്പോൾ നമുക്ക് സമയം കളയാതെ പണി തുടങ്ങാം. ഇതാണ് നമ്മുടെ മിനി സെറ്റിൻ്റെ ബേസ് ടെറൈൻ. ആദ്യം തന്നെ നമ്മുടെ കഥാനായകനെ ഇവിടെ പൊസിഷൻ ചെയ്യാം. ഇത് നമ്മുടെ മിനി സെറ്റിൻ്റെ മറ്റൊരു മെയിൻ ഐറ്റമാണ്. കാലപ്പഴക്കം ചെന്ന രീതിയിലുള്ള ഒരു മതിൽ. കൈകാര്യം ചെയ്യാൻ എളുപ്പത്തിനായി പകുതിയായിട്ടാണ് മതിൽ ചെയ്തിട്ടുള്ളത്. ഇത് രണ്ടാമത്തെ പകുതിയാണ്. കാലഘട്ടം കാണിക്കുന്നതിന് വേണ്ടി മമ്മൂക്കയുടെ ഫിലിം പോസ്റ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ കുറച്ച് നോട്ടീസുകളും. ഇനി ഈ മതിൽ ആദ്യത്തേതിനോടൊപ്പം അലൈൻ ചെയ്ത് വയ്ക്കാം. ഈ മരവും നമ്മുടെ ഷൂട്ടിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ക്രാഫ്റ്റ് വയർ, അലൂമിനിയം ഫോയിൽ, എയർ ഡ്രൈയിങ് ക്ലേ എന്നിവയാണ് തടിയുടെ ഭാഗം ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ മോഡലിംഗ് പേസ്റ്റും ടെക്സ്ചർ വർക്കിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നതുകൊണ്ടും ഡാർക്കായിട്ടുള്ള ഷൂട്ടായതുകൊണ്ടും മരത്തിൻ്റെ മുകളിലേക്ക് കൂടുതൽ ഡീറ്റെയിലും കൊടുത്തിട്ടില്ല. നമുക്ക് ഈ മരം മതിലിൻ്റെ പുറകിൽ നിൽക്കുന്ന രീതിയിൽ പൊസിഷൻ ചെയ്യാം. സീനിന് റിയലിസം വരുന്നതിന് വേണ്ടി ഇവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് കൂടെ ചെയ്തിട്ടുണ്ട്. ഫ്രെയിമിൽ കാണാൻ ചാൻസ് ഇല്ലെങ്കിലും മുകളിലേക്കുള്ള ഭാഗം അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പോസ്റ്റ് ഇറക്കി വയ്ക്കാൻ നേരത്തെ തന്നെ നമ്മുടെ ടെറൈനിൽ ഒരു ചെറിയ സ്ലോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇലക്ട്രിക് ലൈൻ പൊട്ടി നിലത്തേക്ക് വീണ് കിടക്കുന്ന രീതിയിലാണ് ഷൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് പോലെ ടെലിഫോൺ ജംഗ്ഷൻ ബോക്സ് ആണ്. ഇത് നമുക്കിവിടെ പ്ലേസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു നാടൻ ഗോണിയും നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കാറിൻ്റെ പുറകിലായി ചാരി വെച്ചിരിക്കുന്ന രീതിയിൽ പ്ലേസ് ചെയ്യാം. നമ്മുടെ നാട്ടിലും ഒരു ഹോക്കിൻസ് ലാബിൻ്റെ ഒരു ബോർഡും ഇവിടെ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈ മതിൽ ലാബിൻ്റെ കോമ്പൗണ്ട് വാളായിട്ടാണ് ഞാൻ മനസ്സിൽ കണ്ടത്. ഇവിടെ ഒരു ഗാർബേജ് ബിന്നും ചെയ്തെടുത്തിട്ടുണ്ട്. കാലപ്പഴക്കം തോന്നാൻ നല്ല രീതിയിൽ വെതറിങ്ങും ചെയ്തിട്ടുണ്ട്. ഈ ബിൻ നമുക്ക് പോസ്റ്റിൻ്റെ സൈഡിൽ പ്ലേസ് ചെയ്യാം. ഇനി ഇതിലിടാൻ വേസ്റ്റ് വേണമല്ലോ, അതും ഇവിടെ റെഡിയാണ്. ഇപ്പോൾ നമ്മുടെ സെറ്റിൻ്റെ ഏകദേശ പണി പൂർത്തിയായി. പക്ഷേ അപ്സൈഡ് ഡൗൺ തീം ആയതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രധാന ഐറ്റമായിട്ടുള്ള വൈൻസ് ഉണ്ടാക്കണം. നമുക്ക് വളരെ പെട്ടെന്ന് അതിനുള്ള പരിപാടി നോക്കാം. ഇവിടെ ഈ ക്രാക്കിൽ നമ്മളൊരു ചെറിയ ഗേറ്റ് കൂടെ ചെയ്യുന്നുണ്ട്. അപ്സൈഡ് ഡൗൺ വൈൻസ് ഉണ്ടാക്കുന്നതിനായിട്ട് കുട്ടികൾ ഉപയോഗിക്കുന്ന നോൺ ഡ്രൈയിങ് മോഡലിംഗ് ക്ലേ ആണ് യൂസ് ചെയ്തത്. ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ പെയിൻറ്റിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മോഡൽ ചെയ്യാനാകുമെന്നാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. നമുക്കിനി ഇതിനെ വൈൻസ് പോലെ ആക്കിയെടുക്കാം. ഇതാ നമ്മുടെ വൈൻസ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മിനി സെറ്റിലേക്ക് ഇത് അറേഞ്ച് ചെയ്യാം. ഇനി നമുക്ക് ഗേറ്റിൻ്റെ ഏരിയയിൽ വൈൻസ് അപ്ലൈ ചെയ്യാം. ഒരു ഹോട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഗേറ്റിൻ്റെ ഉൾവശത്തെ ഡീറ്റെയിലിംഗ് കൊടുക്കാം. ഇത് അലൂമിനിയം ഫോയിൽ ഒരു ബോൾ പോലെ ഉരുട്ടിയെടുത്തതാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് വൈൻസിൽ ടെക്സ്ചർ അപ്ലൈ ചെയ്യാം. ഇവിടെ നോക്കിയാൽ ടെക്സ്ചർ ചെയ്തതും അല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. ഇനി നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് കണ്ടാലോ. Here I come. Oh, here I come.